മരിച്ച ഉടനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നത് മനസ്സിലാക്കാനുള്ള 5 അടയാളങ്ങൾ. ഇന്നാണ് ഭൂമിയിലെ നിങ്ങളുടെ അവസാന ദിവസമെങ്കിൽ ഞാൻ ശരിക്കും സ്വർഗത്തിൽ തന്നെ പോകും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് സൃഷ്ടാവിലേക്ക് തന്നെ നോക്കുക. വളരെ നല്ലത്. സമർത്ഥനും വിശ്വസ്തനുമായ ദാസ, വന്ന് നിന്റെ യജമാനന്റെ ആനന്ദത്തിൽ പങ്കുചേരുക എന്ന വാക്ക് നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ടോ? അതോ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുക എന്നുള്ള വാക്ക് കേൾക്കാനാണോ സാധ്യതയുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പക്ഷേ ഈ രണ്ടിലേതെങ്കിലും ഒന്ന് കേട്ടേ പറ്റൂ, അല്ലാതെ വേറെ വഴിയില്ല. സ്വർഗം സത്യമാണ്, നരകവും സത്യമാണ്. നമുക്ക് ഇഷ്ടമാണേലും ഇല്ലേലും നമ്മൾ ഓരോരുത്തരും അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയേ പറ്റൂ. ഇതിനകത്തുള്ള സന്തോഷ വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ ബൈബിൾ നമുക്ക് വ്യക്തമായ അടയാളങ്ങൾ തരുന്നുണ്ട്. നിഷേധിക്കാൻ കഴിയാത്ത അടയാളങ്ങൾ. അത് നമ്മൾ സത്യത്തിൽ സ്വർഗത്തിലേക്കാണോ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് അതിനെക്കുറിച്ചുള്ള 5 അടയാളങ്ങൾ നമുക്ക് നോക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്ന ചിന്ത വേണ്ടി വരില്ല. കാരണം അതിനെക്കുറിച്ച് നമുക്ക് നല്ല വ്യക്തത ഉണ്ടാകും. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഇത് പലരും പറഞ്ഞ അഭിപ്രായങ്ങളോ പാരമ്പര്യങ്ങളോ നല്ല മനസമാധാനം തരുന്ന സുഖകരമായ ആശയങ്ങളെക്കുറിച്ചോ അല്ല. സ്വർഗത്തെക്കുറിച്ച് ബൈബിൾ സത്യത്തിൽ എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. നിത്യത എന്ന് പറയുന്നത് ഒരു കളിയല്ല. ഒരു ദിവസം നമ്മൾ എല്ലാവരും ദൈവത്തിന് മുൻപാകെ നിൽക്കും. ആർക്കും അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. എബ്രായർ 9:27 ബൈബിൾ പറയുന്നു, ഒരു പ്രാവശ്യം മരണവും അതിനുശേഷം ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന്. അതായത് ആർക്കും പുനർജന്മം എന്ന് പറയുന്ന സംഭവമില്ല. മരിച്ച ശേഷം രണ്ടാമതൊരവസരവും ഇല്ല. അതിനുശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല. നാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളാണ് നാം നരകത്തിലാണോ സ്വർഗത്തിലാണോ ചെലവഴിക്കുന്നത് എന്നത് നിർണ്ണയിക്കുന്നത്. പക്ഷേ എല്ലാവരും സ്വർഗത്തിൽ പോകില്ലല്ലോ എന്ന് പലരും ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ചിലർ ചിന്തിക്കുന്നത് ഞാനൊരു നല്ല വ്യക്തിയാണ്, നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ദൈവം എന്നെ സ്വർഗത്തിലേക്ക് കടത്തിവിടും എന്നും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അത് സത്യമല്ല. മത്തായി 7:13-14 യേശു തന്നെ പറയുന്നുണ്ട്, ജീവനിലേക്കുള്ള വഴി, സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്. ചുരുക്കം ചിലർ മാത്രമേ ആ വഴി കണ്ടെത്തുന്നുള്ളൂ. പക്ഷേ നാശത്തിലേക്കുള്ള വഴി, നരകത്തിലേക്കുള്ള വഴി വിശാലമാണ്. ഒരുപാട് പേർ അതിലൂടെ പ്രവേശിക്കുന്നുണ്ട് എന്ന്. ഇതിനർത്ഥം എല്ലാവരും സ്വർഗത്തിലേക്ക് പോകില്ല എന്നതാണ്. സത്യം പറഞ്ഞാൽ യേശുവിന്റെ അഭിപ്രായത്തിൽ സ്വർഗത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ നരകത്തിൽ പോകും എന്നതാണ്. ഇത് കേട്ട് തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവരെ ദൈവം കൈവിടാറില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് നമുക്ക് വ്യക്തമായ അടയാളങ്ങളും മുന്നറിയിപ്പും തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിനി എവിടെയായിരിക്കുമെന്ന് ആലോചിച്ച് തല പുണ്ണാക്കേണ്ട കാര്യമില്ല. എല്ലാം വ്യക്തമായി ബൈബിൾ നമ്മോട് പറയുന്നുണ്ട്. ഇന്ന് നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ തന്നെയാണോ എന്നത് മനസ്സിലാക്കാനുള്ള 5 ബൈബിൾ അടയാളങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഈ പറയുന്ന അടയാളങ്ങളൊന്നും നിങ്ങളിൽ കണ്ടില്ല എന്ന് വെച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം എപ്പോഴും നിങ്ങളുടെ അടുത്ത് തന്നെ സന്നദ്ധനാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ അടയാളം, യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി നിങ്ങൾ യഥാർത്ഥത്തിൽ അംഗീകരിച്ചിട്ടുണ്ടോ? യോഹന്നാൻ 14:6 ബൈബിൾ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാൻ വേറെ വഴിയൊന്നുമില്ല എന്നതാണ് ഇതിനർത്ഥം. ഒരു നല്ല മനുഷ്യനായി ജീവിച്ച് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദാനധർമ്മങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടോ മതപരമായ പാരമ്പര്യങ്ങളെല്ലാം നന്നായിട്ട് പിന്തുടർന്നു എന്നും പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല. യേശുവിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ യേശുവിനെ മനസ്സിന്റെ ആഴത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ ഉറപ്പാണിത്. കാരണം യോഹന്നാൻ 10:28 യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ആടുകൾക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോകില്ല, എൻ്റെ കയ്യിൽ നിന്ന് അവയെ അപഹരിക്കാൻ ആർക്കും സാധ്യവുമല്ല. രണ്ടാമത്തെ അടയാളം, നിങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാകും. നിങ്ങൾ സത്യത്തിൽ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ തെളിവുകൾ ഉണ്ടാകും. മത്തായി 7:16 യേശു പറയുന്നു, അവരുടെ ഫലം കൊണ്ട് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നല്ല ആരോഗ്യമുള്ള ഒരു മരം നല്ല ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആത്മീയ ഫലം പുറപ്പെടുവിക്കും എന്നതാണ്. എന്ത് ഫലത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഗലാത്യർ 5:22-23 ഇങ്ങനെ പറയുന്നു, എന്നാൽ ആത്മാവിന്റെ ഫലമോ സ്നേഹം,
ആനന്ദം, സമാധാനം, ദീർഘക്ഷമ, ദയ, ഉദാരത, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം എന്നിവയാണ്. ഇവയ്ക്കെതിരെ ഒരു ന്യായപ്രമാണവും ഇല്ല. പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെട്ട് ഒരു മനുഷ്യനിൽ നിന്ന് സാധാരണമായിട്ടുണ്ടാകേണ്ട ഫലമാണിത്. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ തെളിവുകളോ ഒരു മാറ്റമോ അതിൻ്റെതായ ഫലമോ ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള ആഗ്രഹമോ ഇല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, എൻ്റെ വിശ്വാസം സത്യം തന്നെയാണോ എന്നുള്ളത്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങളെ മാറ്റും. ആ മാറ്റം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് എന്നതിൻ്റെ അത്ഭുതകരമായ ഒരു അടയാളമാണിത്. മൂന്നാമത്തെ അടയാളം, നിങ്ങൾ സന്തോഷത്തോടെ ദൈവകൽപ്പനകൾ അനുസരിക്കും. ഒരുപാട് പേർ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അവരുടെ ജീവിത രീതികൾ തികച്ചും വ്യത്യസ്തമായിരിക്കും. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ യേശുവിനെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കും എന്നതാണ്. യോഹന്നാൻ 14:15 പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. ഇവിടെ നോക്കിക്കേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും എന്നല്ല പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ അനുസരിക്കും എന്നും അല്ല പറയുന്നത്. യേശു വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ ചെയ്യും എന്നാണ്. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ, മറ്റുള്ളവർ കാണുന്ന സമയത്ത് മാത്രമാണോ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാറുള്ളത്? അതോ ആരും കാണാത്ത സമയത്ത് പോലും നിങ്ങൾ ദൈവത്തെ അനുസരിക്കാറുണ്ടോ? യഥാർത്ഥ അനുസരണം എന്ന് പറഞ്ഞാൽ ആരും തന്നെ കണ്ടില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ പോലും നിങ്ങൾ അത് ചെയ്യും. ആരും നോക്കാത്ത സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ആളുകളോട് പെരുമാറുന്ന രീതി, നിങ്ങളെ ആരും അഭിനന്ദിക്കാനില്ലെങ്കിൽ പോലും നിങ്ങൾ ജീവിക്കുന്ന രീതി എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ അതോ എനിക്കത് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണോ ഞാൻ ദൈവത്തെ അനുസരിക്കുന്നത് എന്ന്. ബുദ്ധിമുട്ടുള്ളപ്പോഴും നിങ്ങൾ ദൈവത്തെ അനുസരിക്കാറുണ്ടോ? ആരും കണ്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാറുണ്ടോ? ഇതിന് നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന പാതയിലാണ് നടക്കുന്നത് എന്നതിൻ്റെ ശക്തമായ അടയാളമാണത്. നാലാമത്തെ അടയാളം, നിങ്ങൾ മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയുന്നില്ല എന്നാണ്. കാരണം 1 യോഹന്നാൻ 4:7-8 പറയുന്നു, പ്രിയരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരും ദൈവത്തെ അറിഞ്ഞവരുമാണ്. സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിയുന്നില്ല. ദൈവം സ്നേഹമാണ്. നിങ്ങൾക്കത് മനസ്സിലായോ? നിങ്ങൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ അറിയില്ല എന്നതാണ്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. സ്നേഹിക്കണം എന്നതാണ് ഏറ്റവും വലിയ കൽപ്പന. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കൽപ്പന എന്താണെന്ന് യേശുവിനോട് ചോദിച്ച സമയത്ത് യേശു അവരോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്താലും പൂർണ്ണ ആത്മാവിനാലും സമ്പൂർണ്ണ മനസ്സാലും സ്നേഹിക്കണം. ഇതാകുന്നു പ്രഥമവും ഏറ്റവും മഹത്തായ കൽപ്പന. രണ്ടാമത്തെയും അതിന് തുല്യമായ കൽപ്പന, നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിന്റെ അയൽവാസിയെയും സ്നേഹിക്കണം. ഇതിനർത്ഥം സ്നേഹമെന്ന് പറയുന്നത് വേണമെങ്കിൽ ചെയ്താൽ മതി എന്നതുപോലെയുള്ള ഒരു കാര്യമല്ല. ഇത് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമാണ്. സ്നേഹമില്ലാതെ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ മറ്റുള്ളവരെ നിസ്വാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത്? അതോ എനിക്ക് എന്തെങ്കിലും രീതിയിൽ പ്രയോജനം വരും എന്ന് വിചാരിച്ചാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്? ഞാൻ പക വെച്ച് പുലർത്തുന്നുണ്ടോ? അതോ ക്രിസ്തു എന്നോട് ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിക്കുന്നുണ്ടോ? എനിക്ക് എതിരായിട്ട് നിൽക്കുന്നവർക്ക് ഞാൻ സ്നേഹം കാണിക്കുന്നുണ്ടോ? അതോ എന്നോട് നന്നായിട്ട് നിൽക്കുന്നവരോട് മാത്രമാണോ ഞാൻ സ്നേഹം കാണിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശുവിനെ പോലെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള പാതയിലാണ് എന്നതിൻ്റെ അവിശ്വസനീയമായ അടയാളമാണത്. അഞ്ചാമത്തെ അടയാളം, സ്വർഗത്തെക്കുറിച്ചുള്ള നല്ല പ്രത്യാശ. ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ ഈ ലോകത്തിനു വേണ്ടി ജീവിക്കില്ല. അവരുടെ ഹൃദയത്തിൽ മൊത്തം നിത്യതയെക്കുറിച്ചായിരിക്കും. ഫിലിപ്പിയർ 3:20 പറയുന്നു, എന്നാൽ നാമോ സ്വർഗീയ പൗരന്മാർ അത്രേ. സ്വർഗത്തിൽ നമ്മുടെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനായി നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ഈ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കില്ല. നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി ആഗ്രഹിക്കും. നിങ്ങൾ ശരിക്കും ഭൂമിക്ക് വേണ്ടിയാണോ അതോ നിത്യതയ്ക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്? 1 യോഹന്നാൻ 2:15-17 വരെയുള്ള വാക്യങ്ങളിൽ ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. ലോകത്തെയോ ലോകത്തിലുള്ള എന്തിനെങ്കിലുമോ സ്നേഹിക്കരുത്. ഒരാൾ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ പിതാവിന്റെ സ്നേഹം അയാളിലില്ല. കാരണം ലോകത്തിലുള്ള സകലതും ജഡീക ശക്തി, കൺമോഹം, ജീവനത്തിന്റെ അഹന്ത എന്നിവയെല്ലാം തന്നെ പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നാണത്. ലോകവും അതിനോട് കൂടെയുള്ള മോഹങ്ങളും നീങ്ങിപ്പോം. എന്നാൽ ദൈവഹിതം ചെയ്യുന്നവൻ സദാകാലം നിലനിൽക്കുന്നു.
2 കൊരിന്ത്യർ 5:8 പൗലോസ് പറയുന്നു, ഈ ഉറപ്പോടെ ശരീരം വിട്ടകന്ന് കർത്താവിനോട് കൂടെ വസിക്കാൻ ഞങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നു. ഇതിനർത്ഥം നിങ്ങൾ ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് അറിയുന്ന സമയത്ത് നിങ്ങൾ മരണത്തെ പേടിക്കില്ല എന്നതാണ്. കാരണം മരണമെന്ന് പറയുന്നത് ദൈവത്തിന്റെ കൂടെയുള്ള നിത്യതയുടെ ആരംഭം മാത്രമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ സ്വർഗത്തിനായി കൊതിക്കുന്നുണ്ടോ? അതോ ഈ ലോകത്തിൽ തന്നെ ഇരിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ശാശ്വതമായ കാര്യങ്ങൾക്കാണോ നിങ്ങൾ മുൻഗണന നൽകുന്നത്? അതോ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്? ഈ ലോകം നിങ്ങളുടെ വീടായിട്ടാണോ കരുതുന്നത്? അതോ ഒരു സന്ദർശന സ്ഥലമായിട്ടാണോ കരുതുന്നത്? ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് അവരുടെ വീട് ഇവിടെ അല്ല എന്നുള്ള കാര്യം അറിയാം, അത് സ്വർഗത്തിലാണ്. അവസാനമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണും, മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്ന്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പ്രത്യേകിച്ച് വാട്സപ്പിൽ ബൈബിൾ ഇൻസൈറ്റ് എന്ന ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചാനലിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഓരോ വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ ലിങ്ക് അതിനകത്ത് കൃത്യമായിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരു വീഡിയോയും മിസ്സാകത്തില്ല. താല്പര്യമുള്ളവർ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.